മോനെ ആരിഫ് ഹുസൈനെ ഈ ഡോഗ് എന്നെ ദേവദാസി എന്നാണ് വിളിക്കുന്നത്. ദേവദാസി. കൂടെ അവന്റെ കൂടെ കുരയ്ക്കുന്ന ബാക്കി നായ്ക്കളും അത് ആവർത്തിച്ച് എന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുകയാണ്. ഞാൻ ഈ നായിന്റെ മോന്റെ വഴിയിലൊന്നും പോകാറേയില്ല. എന്നാൽ ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ചിന്തയാണ് സ്ത്രീകളെ അശ്ലീലം പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്, സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അപ്പൊ സുനിത ദേവദാസ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇങ്ങനെയാണ്: തല കുനിക്കാതെ മടക്കം, എനിക്ക് ഇഷ്ടമാണ് ഈ പോരാളിയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തേനും പാലും ഒഴുകുന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് കണ്ടപ്പോൾ തന്നെ കാര്യം, പിന്നെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വരികയാണ്. എന്താണ്? ഒരു റൊമാൻറ്റിസൈസേഷൻ നടക്കുന്നു. ആരോടുള്ള? ഒരു ഭീകരവാദിയോട്. കേരളത്തിലെ സംഘികൾക്കും സംഘികൾ എന്ന് തുറന്നു സമ്മതിക്കാൻ നാണമുള്ള ചില എക്സ് മുസ്ലിങ്ങൾക്കും എസൻസുകാർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. പലസ്തീനോടും ഇറാനോടുമുള്ള മലയാളി മനസ്സിന്റെ അടുപ്പം അത് മതപരമല്ല, അത് സാമ്രാജ്യത്വ വിരുദ്ധ ബോധമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ കോൺഗ്രസും അതിന്റെ ആഗോള മാനങ്ങൾ കണ്ട് ഫാസിസ്റ്റ് സാമ്രാജ്യത്വ പ്രവണതകൾക്കെതിരെ പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ് നമ്മുടെ നാടിനൊരു സാമ്രാജ്യത്വ വിരുദ്ധ മനസ്സ് നൽകിയത്. അത് മനസ്സിലാവണമെങ്കിൽ മനുഷ്യനാകണം. സംഖ്യയായ പറ്റില്ല, ആരിഫ് ഹുസൈൻ ആയാലും പറ്റില്ല. വാവ്, ഈ ആരിഫ് ഹുസൈൻ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇറാൻ സുപ്രീം ലീഡർ അൽ ഖമീനി കൊല്ലപ്പെട്ടപ്പോൾ സുനിത ദേവദാസ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ഈ ധീര പോരാളിയെ, തല കൊനിക്കാത്ത മടക്കം. ആ ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി സുനിത ദേവദാസിന് എതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അൻസാരി സുഹരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സുനിത ദേവദാസിന്റെ വീഡിയോയെ കുറിച്ചിട്ട്. സുനിത ദേവദാസെ അദ്ദേഹം സുഖമില്ലാത്ത ഒരാളാണ്, വെറുതെ വിട്ടള എന്ന് പറഞ്ഞിട്ട് ഈ ആരിഫ് ഹുസൈനെ കീറി മുറിക്കണം അതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കേരളത്തിലെ സംഘികൾക്കും സംഘികൾ എന്ന് തുറന്നു സമ്മതിക്കാൻ നാണമുള്ള ചില എക്സ് മുസ്ലിങ്ങൾക്കും എസൻസുകാർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. പലസ്തീനോടും ഇറാനോടുമുള്ള മലയാളി മനസ്സിന്റെ അടുപ്പം അത് മതപരമല്ല, അത് സാമ്രാജ്യത്വ വിരുദ്ധ ബോധമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ കോൺഗ്രസും അതിന്റെ ആഗോള മാനങ്ങൾ കണ്ട് ഫാസിസ്റ്റ് സാമ്രാജ്യത്വ പ്രവണതകൾക്കെതിരെ പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ് നമ്മുടെ നാടിനൊരു സാമ്രാജ്യത്വ വിരുദ്ധ മനസ്സ് നൽകിയത്. അത് മനസ്സിലാവണമെങ്കിൽ മനുഷ്യനാകണം. സംഖ്യയായ പറ്റില്ല, ആരിഫ് ഹുസൈൻ ആയാലും പറ്റില്ല. സ്ത്രീകളുടെ ലിബറേഷൻ എന്ന ഒറ്റ വിഷയത്തെ മാത്രം മുൻനിർത്തി ലോകത്ത് നടക്കുന്ന എല്ലാത്തിനെയും അതിന്റെ ആലയിൽ കെട്ടി അനലൈസ് ചെയ്താലും ശരിയാവില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ വീഡിയോ മുഴുവനായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് കാണുന്നവരും അല്ല ചിലരെങ്കിലും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണെ, സ്കിപ്പ് ചെയ്യുന്നവർ ഏകദേശം ഒരു പകുതി തൊട്ട് ഞാൻ മുഹമ്മദ് മൊസാദക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ അമേരിക്ക ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന ഒരു ആഗോള പദ്ധതി ഉണ്ട്, അതിനെക്കുറിച്ച്. പിന്നെ സ്ത്രീകളുടെ ലിബറേഷൻ മുൻനിർത്തി എന്തുകൊണ്ട് ഇറാൻ വിഷയത്തെ വിലയിരുത്താൻ പറ്റില്ല എന്ന് അതെങ്കിലും ഒന്ന് കാണണേ. അപ്പൊ തുടങ്ങാം. ഞാൻ ഇനി കുറച്ച് തേറി പറയാൻ പോവുകയാണ്. മനുഷ്യന്മാര് കുറച്ച് സ്കിപ്പ് ചെയ്തോട്ടോ. ഡോഗിന്റെ മോനെ ആരിഫ് ഹുസൈനെ, നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചിട്ടുണ്ടാകാം. അവിടെ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി പല ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്ന് വെച്ച് ഈ ലോകത്തെ മുഴുവൻ ആളുകളുടെയും മേലേക്ക് ആ വെറുപ്പിന്റെ രാഷ്ട്രീയം വിസർജിക്കുന്നത് എന്ത് നീതിയാണ്? നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം, അത് മറ്റുള്ളവരുടെ മേലോട്ട് എടുക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ തെറാപ്പിസ്റ്റിനെ കാണും. അല്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ എടുത്ത് നാട്ടുകാരെ മുഴുവൻ നേരം വെളുത്ത് തീറി വിളിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ എത്രയോ കാലമായി ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് എന്നെ പച്ച തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കാണുന്നുണ്ടാവും. വഴിയിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികളെ അവഗണിച്ചു തന്നെയാണ് ശീലം. പക്ഷെ പേപ്പട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വിടാതെ പിന്തുടർന്നാൽ എന്ത് ചെയ്യും? സെക്ഷലി കളേർഡ് റിമാർക്സ് സ്ത്രീകൾക്കെതിരെ നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ ഡോഗ് എന്നെ ദേവദാസി എന്നാണ് വിളിക്കുന്നത്. ദേവദാസി. കൂടെ അവന്റെ കൂടെ കുരയ്ക്കുന്ന ബാക്കി നായ്ക്കളും അത് ആവർത്തിച്ച് എന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുകയാണ്. സുനിതയെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനില്ലല്ലോ. സുനിത എവിടെയാ പോകുന്നത്? നിങ്ങൾ പലരും എനിക്ക് മെസ്സേജ് അയക്കാറില്ലേ, ഇമെയിൽ അയക്കാറില്ലേ? ഇതാണ് കാരണം. സോഷ്യൽ മീഡിയ പഴയ പോലെയല്ല, ഭയങ്കര ഹെയ്റ്റ് സ്പീച്ചും അശ്ലീലവും ആക്രമണവും ഒക്കെയാണ്. ഞാൻ ഈ നായിന്റെ മോന്റെ വഴിയിലൊന്നും പോകാറേയില്ല. എന്നാൽ ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്. ഇവിടെ സ്ത്രീകളെ ആർക്കും എന്തും പറയാം, ഒരു നിയമ നടപടിയും ഉണ്ടാവില്ല, നിയന്ത്രണങ്ങളില്ല. ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് പച്ചയ്ക്ക് സ്ത്രീകളെ അശ്ലീലം പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവില്ലേ? ഞാൻ ചെയ്ത കുറ്റം എന്താണ്? ഇന്നലെ അയത്തുള്ള അലി ഖമനേയി സാമ്രാജ്യത്വ ഭീകരരാൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിലൊരു വീഡിയോ ചെയ്തു. അതിൽ ഈ ഡോഗിന്റെ മോനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. പക്ഷെ ഖമനേയിയെ രക്തസാക്ഷിയെന്നും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയെന്നും ഞാൻ വിശേഷിപ്പിച്ചു.
അത് ഈ ഡോഗിന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഈ ഡോഗിന്റെ മക്കൾക്ക് എന്നെ വിമർശിക്കാം, ഓക്കെ, അതൊക്കെ ജനാധിപത്യ പരമാണ്. പക്ഷെ ദേവദാസി എന്ന് വിളിക്കുന്നത് എവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്? എന്ത് തരം സ്വതന്ത്ര ചിന്തയാണ് സ്ത്രീകളെ അശ്ലീലം പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്, സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? 5 പൈസയുടെ യുക്തിയില്ലാത്ത ഈ നാറികൾക്ക് മനസ്സിലാവാത്ത ഒന്നാണ് സാമ്രാജ്യത്വ വിരുദ്ധത. എടാ ഡോഗിന്റെ മോനെ, ഇത് മതപരമല്ല. മതം നിന്റെ തലയ്ക്കുള്ളിലാണ് പുഴുക്കുന്നത്. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ്. അയത്തുള്ള നമ്പൂതിരിയാണെങ്കിലും അയത്തുള്ളയുടെ സ്ഥാനത്ത് നരേന്ദ്രമോദി ആണെങ്കിലും എന്റെ നിലപാട് ഇത് തന്നെയാണ്. വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. തെറി തീർന്നു. ഇതിന്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സുനിത ദേവദാസിന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാൻ പറ്റും. ഇതിന് ശേഷം ആരിഫ് ഹുസൈൻ ചെയ്ത വീഡിയോ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഒരു 39 മിനിറ്റിന്റെ ഒരു ലോങ് കഥാപ്രസംഗമാണ്. അപ്പോൾ അതിന്റെ കുറച്ച് ഫസ്റ്റിലെ 2-3 മിനിറ്റ് നമുക്കൊന്ന് കേട്ടു. അപ്പോൾ സുനിത ദേവദാസ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇങ്ങനെയാണ്: തലകുനിക്കാതെ മടക്കം, എനിക്ക് ഇഷ്ടമാണ് ഈ പോരാളിയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തേനും പാലും ഒഴുകുന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കണ്ടു. കുറച്ച് കണ്ടപ്പോൾ തന്നെ കാര്യം, പിന്നെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വരികയാണ്. എന്താണ്? ഒരു റൊമാൻറ്റിസൈസേഷൻ നടക്കുന്നു. ആരോടുള്ള? ഒരു ഭീകരവാദിയോട്, ഒരു ജിഹാദി തെണ്ടിയോട്, അതല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ അപ്പോസ്തലൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളോട്, മറ്റ് ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവൻ ടെററൈസ് ചെയ്ത് നിർത്തുന്ന ഒരു ആളോട്, അതും കൂടാതെ ഇറാനിൻ്റെ ടെഹ്റാൻ ആ ഒരു പട്ടണത്തിൻ്റെ നടുക്ക് തന്നെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്, ഡെത്ത് ടു ഇസ്രായേൽ എന്ന്. എന്നിട്ട് അതിനകത്തൊരു കൗണ്ട് ഡൗൺ ആണ്, ഇത്ര ദിവസത്തിനുള്ളിൽ ഇസ്രായേലിനെ നമ്മൾ തുടച്ചു നീക്കിയിരിക്കുമെന്ന് പറയും. എന്നിട്ട് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ആണവായുധ പദ്ധതി വരെ ഉണ്ടാക്കിയിട്ട് മിസൈൽ തൊടുത്തുവിടാനുള്ള പദ്ധതി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. ആൻറ്റി സെമിറ്റിസം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്ന ഈ പറയുന്ന ജൂതവിരുദ്ധത, അത് പൊക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു ജന്തു. ഈ ജന്തു ഇവിടെ ചാവുമ്പോൾ അയാളുടെ ഫോട്ടോ വെച്ചിട്ട് പോരാളി എന്ന് വിളിക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഇന്നലെ നമ്മൾ പറയേണ്ടി വന്നു. അത് എഴുതി, അത് വീഡിയോ ചെയ്തു. അതിൽ നമ്മൾ എടുത്തു പറഞ്ഞ ചില കാര്യമുണ്ട്. അതിൽ ഒറ്റ കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ: ഈ പണിക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊടുപ്പാണ്, ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. അപ്പോൾ തങ്ങളുടെ മുന്നിലുള്ള ആളുകൾ ആ പറയുന്ന സംഗതികൾ അതിന് ഇതേപോലെ തൻ്റെ സ്വന്തം ബുദ്ധിക്ക് ഒരു കാര്യവും ചിന്തിക്കാതെ ഇതേപോലെ വഴങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിന് അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന, അത് സ്വയം വന്നതാവാം അല്ലെങ്കിൽ പോയി വാങ്ങിച്ചതാവാം, എന്തു തന്നെയാണെങ്കിലും അങ്ങനെ വന്നു കയറി ആ ഒരു ചിന്തയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് അതിന് വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, എന്നിട്ട് അതിന് നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുക കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അതിന് കുറച്ചും കൂടി സംസ്കൃതത്തിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേവദാസി എന്ന് പറയാം. ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ, ഇതൊരു ഡെഫിനിഷനാണ്. പക്ഷേ എന്താ അവിടെ സംഭവം ഉണ്ടായത്? നമ്മുടെ സുനിത ദേവദാസിന് അത് ഇഷ്ടപ്പെട്ടില്ല, അത് തെറിയാണെന്നാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാവാതെ നിൽക്കുന്നൊരവസ്ഥ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഏതായാലും ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ്. വളരെ വിലപ്പെട്ട കനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. ഒന്ന്, മാഡത്തിന് ഈ ഇഷ്ടപ്പെട്ട ജിഹാദി തല്ലിക്കൊന്ന സ്വന്തം ജനതയുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനെക്കുറിച്ച് സുനിത ദേവദാസ് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. 2, ഈ ജിഹാദി ബലാത്സംഗം ചെയ്ത് കൊന്ന പെൺകുട്ടികൾ എത്രയാണെന്ന് അറിയോ? അതിന് ഉത്തരവിട്ട ആളും കൂടിയാണ് ഇയാൾ. ഈ പറയുന്ന ഖമനൈ ഭരണകൂടം മുന്നിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ശിക്ഷാ നടപടിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ വധശിക്ഷയ്ക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് പെൺകുട്ടികൾ വിർജിൻസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പട്ടാളക്കാരെല്ലാം ഒരാളെ പിടിച്ചിട്ട് അങ്ങ് അവിടുന്ന് ഒരു ടെമ്പററി മാരേജ് നടത്തിയിട്ട് അവിടുന്ന് തന്നെ കൺസുമേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ വെച്ച് പൂശും, എന്നിട്ട് പൂശിയിട്ട് കൊല്ലും. എന്തിനാണ്? എന്നാലാണ് അവിടെ മരിച്ചു ചെല്ലുമ്പോൾ ആ പെൺകുട്ടിക്ക് ഹൂറന്മാരെ കിട്ടുള്ളൂ എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എത്ര കരുതലോട് കൂടിയാണ് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിന് കൃത്യമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച ചങ്ങാതിയാണ് ഈ പറയുന്ന ഖമനൈ, അല്ലെങ്കിൽ നമ്മളുടെ പോരാളി എന്ന് നമ്മളുടെ സുനിത ദേവദാസ് വിളിച്ച ആൾ. ഇതറിയുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സുനിതയ്ക്ക് അറിയില്ല. അപ്പോൾ ആരിഫ് ഹുസൈൻ പറയാനുള്ളത് ഇതാണ്. ഇനി നമുക്ക് അൻസാരി സുഹരി ഉസ്താദ് ഇതിനെ കുറിച്ചിട്ട് സുനിത ദേവദാസിന്റെ വീഡിയോ കുറിച്ചിട്ടൊന്ന് പറയുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. മോനെ ആരിഫ് ഹുസൈനെ, ഈ ഡോഗ് എന്നെ ദേവദാസി എന്നാണ് വിളിക്കുന്നത്. ദേവദാസി. കൂടെ അവന്റെ കൂടെ കുരയ്ക്കുന്ന ബാക്കി നായ്ക്കളും അത് ആവർത്തിച്ച് എന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുകയാണ്. ഞാൻ ഈ നായിന്റെ മോന്റെ വഴിയിലൊന്നും പോകാറേയില്ല. എന്നാൽ ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ചിന്തയാണ് സ്ത്രീകളെ അശ്ലീലം പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്, സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ആരോടല്ലേ ഞാനിത് പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരി, ആരിഫ് ഹുസൈന്റെ വായിൽ നിന്ന് എന്തെങ്കിലും മനോഹരമായത്, മഹിതമായത്, മഹത്തരമായത് നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? സ്വന്തം മാതാവിന്റെ മരണാനന്തരം
ആ മൃതദേഹത്തിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് സ്വന്തം മാതാവിനെ 10 മാസം ഗർഭത്തിൽ ചുമന്ന മാതാവിനെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കാൻ യാതൊരുവിധ മനസ്താപവും കാണിക്കാത്ത മനുഷ്യരൂപം കൊണ്ട പിശാചിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ആരിഫ് ഹുസൈനോ ഈ നടക്കുന്ന ചർച്ചകളോ ഒന്നും മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മുടെ നാടും നഗരിയൊക്കെ വിട്ട് GCC കടലിലേക്ക് അന്നം തേടിപ്പോയ മനുഷ്യന്മാർ, അവരെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അതായത് താൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ജനാല തുറന്നിട്ട് ആകാശത്തിലേക്ക് നോക്കുകയാണ്. മിന്നിത്തിളങ്ങുന്ന താരങ്ങളെ കാണാൻ വേണ്ടിയല്ല, സൂര്യൻ്റെ പ്രോജ്വലിക്കുന്ന പ്രകാശം കാണാൻ വേണ്ടിയല്ല, മരണത്തിൻ്റെ കയ്യിലേറി മിസൈൽ വരുന്നുണ്ടോ നോക്കി നിൽക്കുകയാണ്. ഇന്ന് അസ്തമാനത്തിൽ കിടന്നുറങ്ങുന്ന മനുഷ്യരുടെ മനസ്സിലും വിഹ്വലതയാണ് നാളത്തെ പ്രഭാതം കാണാൻ പറ്റുമെന്ന്. അത്രയും ആശങ്കയിൽ മനുഷ്യർ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭയത്തിനിടയിൽ ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരം അവഹേളനങ്ങൾക്ക് എന്ത് പ്രസക്തി? ഇതിനാരാണ് ഇതിനൊക്കെ കാതു കൊടുക്കേണ്ടത്? മനുഷ്യർക്ക് ഗുണമില്ലാത്ത, മാനവ സമൂഹത്തിന് ഒരു ഗുണമില്ലാത്ത ഇത്തരം മനുഷ്യർ, അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും അശ്ലീലമാണ്. അവരിൽ നിന്ന് അതിനേക്കാൾ ഒരു നല്ല വാക്കുകളും അവർ പറഞ്ഞതിനേക്കാൾ മഹത്തരമായി എന്തെങ്കിലും ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ കമീനിയാകട്ടെ, ഈ കൊല്ലപ്പെടുന്ന ഏത് മനുഷ്യരും ആയിക്കോട്ടെ, അവരെക്കുറിച്ച് പ്രാർത്ഥിക്കാനും പറയാനും അനുസ്മരിക്കാനും ഓർക്കാനും നിലവിളിക്കാനും നെഞ്ചത്തടിച്ച് കരയാനും എത്രായിരം മനുഷ്യന്മാരുണ്ട്. ശരി തെറ്റുകളൊക്കെ അങ്ങോട്ട് നമുക്ക് മാറ്റി നിർത്താം. ഈ പറയപ്പെട്ട കക്ഷികളൊക്കെ ഇവിടുന്ന് മരണപ്പെട്ടു പോയാൽ തെരുവിൽ കിടന്നുറങ്ങിയ ഒരു നായ, ആ നായനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മനുഷ്യൻ ഓർക്കുന്നത് പോലെങ്കിലും ഇവരെ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഓർക്കുമോ? നമ്മൾ ചിന്തിച്ചു നോക്ക്. ഓർക്കണമെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് മഹിതമായത് ഈ ഭൂമിയിൽ ചെയ്തിട്ട് പോകണ്ടേ? അതൊന്നും അവർക്കില്ല. മനുഷ്യൻ്റെ ആകുലതകൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയിൽ എനിക്ക് അവസാനം വന്ന കോൾ എന്താണെന്നറിയോ? ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മകൻ +2 പഠിക്കുകയാണ്, നമ്പർ തന്നിട്ട് പറഞ്ഞു, മകനെന്ന് വിളിക്കണം, ആശ്വസിപ്പിക്കണം, മാപ്പാക്കൊന്നും പ്രശ്നമില്ല എന്ന് പറയണം. ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ എൻ്റെ മകൻ പഠിച്ചുയരണമെന്ന് വാപ്പാക്ക് ആഗ്രഹമാണ് എന്ന് വിതുമ്പലോടുകൂടി പറഞ്ഞു. ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ പങ്കുവെച്ചതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആകുലതകൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ശക്തമായ യുദ്ധം ഇവിടെ നടക്കും. ലോകത്തങ്ങനെ പലപ്പോഴും ഭൂതകാലത്തിൽ പല പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ആശങ്കകളെക്കുറിച്ച്, മനുഷ്യൻ്റെ ആകുലതകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. മമ്മൂട്ടി പോലും പറഞ്ഞത് മനുഷ്യർ വിജയിക്കണമെന്നാണ്. ഈ 2 രാജ്യങ്ങൾ തോറ്റുപോയാലും മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുക, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, സുനിതാ ദേവദാസിനെ കുറിച്ച് അശ്ലീലം പറഞ്ഞു, മുമ്പും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ആ മനുഷ്യൻ അതൊരു സെക്സ് മാനിയാക്കാണ്, അതൊരു തരത്തിലുള്ള കാമഭ്രാന്താണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു വസ്തുവിനോട് അമിതമായ വിധേയത്വമോ അമിതമായ വിരോധമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു തരം ഭ്രാന്തമായ അവസ്ഥയാകും. ഒരാൾക്ക് ഇഷ്ടം കൂടിയാലും ഭ്രാന്തമാകും, വിരോധം കൂടിയാലും ഭ്രാന്തമാകും. വിരോധം മൂത്തുപോയതാണ്. അതുകൊണ്ടൊരു മതത്തിൻ്റെ നന്മ, ആ മതം ലോകത്തുനിന്ന് മാറുക, ഇല്ലാതാവുക എന്നുള്ളത് ലോകത്തിൻ്റെ നന്മക്കും ലോകത്തിൻ്റെ സമാധാനത്തിനും കൊണ്ടല്ല. തൻ്റെ വിരോധം, തൻ്റെ മനസ്സിലുള്ള അമർഷം, ആ അമർഷം എങ്ങനെ ഉണ്ടായി? താൻ അധാർമികമായി ജീവിക്കുന്ന ആ ജീവിതമുണ്ടല്ലോ, തൻ്റെ ചുറ്റുപാടും താൻ എങ്ങനെ ജീവിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യ പോലും അംഗീകരിക്കാത്ത, സ്വന്തം മക്കൾ പോലും അംഗീകരിക്കാത്ത, സ്വന്തം ഭാര്യയെ മൊഴി ചൊല്ലിയതിനു ശേഷം സ്വന്തം പിതാവിനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് റൂമിലിട്ട് അവരെ ബലാത്കാരം ചെയ്ത ഒരു തെമ്മാടി, അവൻ്റെ ആക്രോശങ്ങളും വൈകാരികതയും കാണിക്കുന്നതിന് നമ്മൾ അതിനെ ആ രൂപത്തിലൊരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി വിടുക എന്നുള്ളത്. ഇവിടെ മനുഷ്യരാണ് പ്രശ്നം, മനുഷ്യൻ്റെ തന്നെ പ്രശ്നം. മനുഷ്യർക്കൊപ്പം നിൽക്കുക, മനുഷ്യന് വേണ്ടി സംസാരിക്കുക, ബാക്കിയെല്ലാം വ്യതകൾ മാത്രമാണ്. ഇനി ഗൈസ്, നിങ്ങൾ പറയൂ, ഇതിൽ ആരാണ് ശരി, ഇതിൽ ആരാണ് തെറ്റെന്ന് നിങ്ങൾ പറയൂ.